നമ്മുടെ ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട നാടുകളിലൊന്ന് അമേരിക്ക എന്ന് പറയാം. അതിൽ വളരെ പ്രധാനപ്പെട്ട നഗരമായ ലോസ് ഏഞ്ചലസ്, അതായത് കാലിഫോർണിയയിലുള്ള ലോസ് ഏഞ്ചലസ് ഇപ്പോൾ തീപിടിച്ചു കത്തുന്നു. ഒരു വീടോ രണ്ട് വീടോ അല്ല, ഏകദേശം ആയിരക്കണക്കായ വീടുകൾ, മോളുകൾ, ഹോസ്പിറ്റൽസ് എല്ലാം തീപിടിച്ചു കത്തുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു. ഏകദേശം 4 ലക്ഷം കോടിക്ക് അധികമായ വിലയുള്ള പ്രോപ്പർട്ടീസ് കത്തിയിരിക്കുന്നു. സിമ്പിളായി പറഞ്ഞ ഹോളിവുഡെ കത്തിയെരിയുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഹോളിവുഡ് ആക്ടേഴ്സ്, സെലിബ്രിറ്റീസ് അവരുടെ വീടൊക്കെ കത്തി നശിച്ചു. ഇതിനെല്ലാം കാരണം ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്, കാട്ടുതീ എന്ന് പറയുന്നു. എന്നാൽ അതും ഇപ്പോൾ കൺഫേം അല്ല, ഇപ്പോഴും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സത്യത്തിൽ കാട്ടുതീയാണോ അല്ലെങ്കിൽ ഇതിനു പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് ലോസ് ഏഞ്ചലസ്. എത്ര മനോഹരമായിരിക്കുന്നു. ഇങ്ങനെയുണ്ടായിരുന്ന ഈ നഗരം ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നു. ഇത് അവർ കെന്നത്ത് ഫയർ എന്ന് പറയുന്നു. ഈ കെന്നത്ത് ഫയർ ഇത്ര അളവിൽ പടർന്ന് ആ നാടിനെ നശിപ്പിച്ചതിന് ഒരേ കാരണം ഇപ്പോൾ അവിടെ ഈ സീസണിലുള്ള കാറ്റാണ്, അതായത് സാന്റാ ആന വിൻഡ് എന്ന് പറയുന്നു. ആ കാറ്റാണ് പ്രധാനപ്പെട്ട റീസൺ. ഒരു സ്ഥലത്തുണ്ടായ കാട്ടുതീ ആ കാറ്റു കാരണം അടുത്ത സ്ഥലങ്ങളിൽ പടർന്നു ഒരു നാടെ ഇപ്പോൾ നശിച്ചിരിക്കുന്നു. ആ തീയുടെ ഇമ്പാക്ട് എത്ര അളവിലായിരുന്നു എന്നതിന് ഈ കാർ ഒരു ഉദാഹരണമാണ്. ഒരുപക്ഷെ ഇതിന് മറ്റൊരു റീസൺ ഉണ്ടായിരിക്കാമെന്ന് അവർക്ക് ഡൗട്ട് ഉണ്ട്. എന്താണെന്നാൽ ഇലക്ട്രിക് വയർ എന്തെങ്കിലും കട്ടായി അതിലെ സ്പാർക്കിൽ ഈ തീ പടർന്ന് കത്തിയിരിക്കാമെന്ന്. എന്നാൽ എന്ത് നടന്നുവെന്ന് അവരുടെ അന്വേഷണത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. ഇതിലിപ്പോൾ 11 പേർ മരിച്ചതായി രജിസ്റ്റർ ആയിരിക്കുന്നു. മരണനിരക്ക് കൂടുതലായി ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു.